ബഡീസ് പതിവ് പോലെ 12 മണിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങി ആദ്യം തന്നെ ഉച്ചഭക്ഷണം കഴിച്ചു. എന്നിട്ട് സ്വിഗ്ഗിയുടെ ചട്ടക്കൂട് എടുത്തിട്ട് നേരെ ഓർഡർ എടുക്കാൻ പോയി. ആദ്യത്തെ ഓർഡർ തന്നെ ഹൈലൈറ്റ് മാൾ ആയിരുന്നു. പുറത്താണെങ്കിൽ പൊരിയും വെയില്, മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്ളാറ്റുകളുടെയും ബിൽഡിങ്ങുകളുടെയും തണൽ കൊള്ളേണ്ട അവസ്ഥ വളരെ ദയനീയം. ബഡീസ് ചില വീട്ടുകാർ മുറ്റത്ത് തൈകൾ നട്ടുകൊണ്ട് ഇന്ന് അവർ അതിൽ തണൽ കൊള്ളുന്നു. ഒരു ചിലർ മരങ്ങൾ വെട്ടിമുറിച്ച് മാറ്റിയത് കൊണ്ട് വെയിലിന്റെ തീവ്രത നന്നായി അറിയുന്നുണ്ടാവും. എനിക്ക് പറയാൻ ഒന്നേ, നമ്മുടെ വീടിന് ചുറ്റും 1-2 തൈകൾ വെച്ച് പിടിപ്പിക്കണേ. വരും തലമുറയ്ക്കെങ്കിലും അത് ഉപകരിക്കട്ടെ. അങ്ങനെ സമയം വൈകുന്നേരമായി. പാലക്കാട് മാത്രം കഴിച്ചിട്ടുള്ള മുട്ട ബജിയും ചട്നിയും ഇവിടെ കഴിക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. അങ്ങനെ നേരം ഒരുപാട് ഇരുട്ടി. ഈ കാണുന്നതാണ് MVR ക്യാൻസർ സെന്റർ. കോഴിക്കോട് പൂളക്കോട് എന്ന സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കൊണ്ടുപോകുന്ന ഓർഡർ അങ്ങോട്ടേക്കായിരുന്നു. അത് ഔട്ട് ഓഫ് സോൺ ആയതുകൊണ്ട് എനിക്ക് പിന്നെ ഓർഡർ അടിഞ്ഞേ ഇല്ല. പിന്നെ അവിടെ നിന്ന് വെണ്ണ കത്തിച്ച് 13 കിലോമീറ്റർ വീണ്ടും കോഴിക്കോട് ടൗണിലേക്ക് വന്നു. സൺഡേ നല്ല ഓർഡർ ഉണ്ടായിരുന്നുകൊണ്ട് മൺഡേ വല്ലാത്ത ശോകമായി പോയി. സ്വിഗ്ഗിയിലൂടെ എങ്ങനെ പെട്രോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇതുവരെ എനിക്ക് തോന്നാത്തൊരു ബുദ്ധിയാണ് കേട്ടത്. എനിക്കെന്നല്ല, ആർക്കും തോന്നിയിട്ടുണ്ടാവില്ല. ഈ ബുദ്ധി കാണിച്ചവർ ബംഗാളി ചേട്ടന്മാരാണ് കേട്ടോ. അവർ ലൈറ്റ് ആയിട്ട് ഒരു ബർഗർ ഓർഡർ ചെയ്തു. എന്നിട്ട് എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞ എന്താ അറിയോ, ഫോർമാലിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ബർഗർ ഓർഡർ ചെയ്തത്. അർജന്റായിട്ട് കുറച്ച് പെട്രോൾ വേണമെന്നും പറഞ്ഞു. ഞാനും ഒരുപാട് വട്ടം ഇങ്ങനെ പെട്രോൾ ഇല്ലാതെ കുടുങ്ങി. ഇങ്ങനെയും പെട്രോൾ എത്തിക്കാമെന്നുള്ളത് ഞാൻ ഇന്നാ അറിയുന്നത്. ഞാൻ ആ ബംഗാളി ചേട്ടന്മാരുടെ ബുദ്ധി ഓർത്ത് ഒരുപാട് ചിരിച്ചിട്ടോ. അവിടെ ഒരാൾക്ക് ഹിന്ദി അറിയാം, ഒരാൾക്ക് ഇംഗ്ലീഷും അറിയാം. എനിക്കാണെങ്കിലോ മലയാളം മാത്രം അറിയാം. ഞാൻ പറയുന്നത് അവർക്കും അവർ പറയുന്നത് എനിക്കും ഒന്നും മനസ്സിലായില്ല. പെട്രോൾ വേണം അത്രേ അറിഞ്ഞു. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ആരും ഇത് ഫോളോ ചെയ്യരുത്. എല്ലാവരും എന്നെ പോലെ വാങ്ങിച്ചു കൊണ്ടുവന്ന് തരും എന്നൊന്നുമില്ല. ആദ്യം കേൾക്കുമ്പോൾ എനിക്കും ദേഷ്യം വന്നിട്ടോ. അല്ലെങ്കിലേ മഴയും വെയിലും കൊണ്ടോ ഓടുന്നവർ. അതിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം വന്നാൽ ദേഷ്യം വരാണ്ടിരിക്കും. എന്നിരുന്നാലും ഞാൻ അവരെ സഹായിച്ചിട്ടോ. 50 രൂപ ടിപ്സും കിട്ടി. എന്നെങ്കിലും ഒരു ദിവസം നമ്മളും ഇതുപോലെ പെട്ടാലോ. ഒരു മാസം മുമ്പേ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. പെട്രോൾ ഇല്ലാതെ നിന്നപ്പോൾ എന്നെ സഹായിച്ചത് ബംഗാളി ചേട്ടന്മാരാണ്. അങ്ങനെ അതും കഴിഞ്ഞുള്ള ഓർഡർ ചെക്കിങ്ങിലായിരുന്നു. ആ ഓർഡർ കൊടുത്തു കഴിയുമ്പോഴേക്കും 2 മണിയായി. ഡ്യൂട്ടി ഓഫാക്കി നേരെ റൂമിലേക്ക് തിരിച്ചു.